ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ പേര് നമ്മുടെ വീഡിയോയിൽ, ഷോർട്ട് വീഡിയോയിലായാലും ലോങ് വീഡിയോയിലായാലും ഒരുപാട് കമൻറ്റ് ഇടാറുണ്ട്. കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് വരുന്നതിൽ ഒരുപാട് കമൻറ്റ് വരുന്നത് ചേട്ടാ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾക്ക് റീച്ച് കിട്ടുന്നില്ല, നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ കമൻറ്റുകൾ വരാറ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിന്നല്ല, വേറെ ആരെങ്കിലും സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കൂടണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കമൻറ്റ് ഇടരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് നമ്മൾ യൂട്യൂബിൽ അങ്ങനത്തെ കമൻറ്റ് ഇടുമ്പോൾ നമ്മുടെ ചാനലിന് തന്നെ നമ്മൾ താത്തി കെട്ടണ പോലെയാണ്. അതായത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൻ്റെ പല പല മേഖലയിൽ ഏത് ഭാഷയും കൈകാര്യം ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നമ്മൾ ഇടുന്ന ഈ കമൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉയർച്ചയില്ല എന്നുള്ളത് നമ്മൾ തന്നെ വെളിപ്പെടുത്തുന്ന പോലെ ഉള്ളൊരു ഇതായത് കൊണ്ട് അത് അവർ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ താത്തിയിടും. നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് പിന്നെയും വരാറുണ്ട്, ചേട്ടാ എങ്ങനെ റീച്ച് കിട്ടുക, എങ്ങനെ സബ്സ്ക്രൈബർ കൂടാ. റീച്ച് കിട്ടാനും സബ്സ്ക്രൈബർ കൂടാനും നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായി ഒരു സമയത്ത് നമ്മൾ പല വീഡിയോയിലായാലും ലൈവിലായാലും നമ്മൾ പറയാറുണ്ട്, കറക്റ്റ് ഒരു സമയത്ത് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുക, അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇടുക. ആ ലോങ് വീഡിയോ നമ്മൾ പരമാവധി ഒരു സമയത്ത്, അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു സമയത്ത് ഇട്ടു, ഇനിയിപ്പോൾ നാളെ നമുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റന്നെയും നമ്മൾ 3 ദിവസം മുമ്പിട്ട് അതേ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ഇടാം. നമുക്കൊരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നമുക്ക് ചിലപ്പോൾ വീഡിയോ എന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് വരില്ലേ, പല പല വീട്ടിൽ പല കാര്യങ്ങളും ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ സമയം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഇട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ നോട്ടിഫിക്കേഷൻ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ അതായത് നിങ്ങളിടുന്ന വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുടെ കൈകളിലേക്ക്, അവരുടെ മൊബൈലിലേക്ക് കറക്റ്റായി എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെന്നും ഒരേ സമയത്ത് ഇടണം. ഒരേ സമയത്ത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട്, ഇപ്പോൾ നമ്മൾ 1-2 ഈ യൂട്യൂബ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണവരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്, കമൻറ്റ് ചെയ്യണവരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് അപ്പോൾ അവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് ഇപ്പോൾ ഒരുപാട് പേരുടെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ഒന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നാവാം, നാളെ ആവാം, നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീഡിയോ റീച്ച് ആവും, വൈറലാവാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മാസം 12 മാസം ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതേ രീതിയിൽ ഞങ്ങൾ കറക്റ്റ് അതേ ടൈം, ഞങ്ങൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും, ഒന്നല്ലേ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞേക്കില്ല, എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞേക്കാം, ഞങ്ങളൊരു വീഡിയോ അന്നേരം സെറ്റ് ചെയ്തിട്ട് അതേ സമയത്ത് നമ്മളൊരു സമയം, നമ്മളിപ്പോൾ ചെയ്യണത് കാലത്ത് 8 മണിക്കും വൈകിട്ട് 6:10 നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ നമ്മളിപ്പോൾ ഇത്രയും എന്താ പറയുക, ഈ 13-12 മാസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കറക്റ്റായിട്ട് നിങ്ങൾക്കും വ്യൂവും കൂടും, സബും കൂടും കേട്ടോ. അപ്പോൾ നമ്മളിത് പറയാൻ കാരണം എന്താ, കുറച്ച് പേര് ഇത് സംശയം ചോദിച്ചത് കൊണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യണ്ട. നിങ്ങളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ആ വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട് 2 ലവ് ചിഹ്നം അല്ലെങ്കിൽ ഒരു തമ്പലൈൻ ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് അവർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളും തിരിച്ച് ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മളിത് പെട്ടെന്നൊന്നും ഒരിക്കലും നമുക്ക് ഇന്നോ നാളെയോ നമുക്ക് നല്ല രീതിയിൽ സബ് കൂടാനും വ്യൂ കൂടാനൊന്നും ഇല്ല. അത് ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം പിടിക്കും, ചിലപ്പോൾ ചിലവർ തന്നെ 1 മാസത്തിനുള്ളിൽ മോണിറ്റേഷൻ ആവണവരുണ്ട്, നല്ല രീതിയിൽ വീഡിയോ റീച്ച് ആവണവരുണ്ട്, വൈറലാവണവരുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ന് വേണമെങ്കിലും സംഭവിക്കാം. അത് ഇന്നല്ല കേട്ടോ, എന്ന് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് വീഡിയോ ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോനേക്കാളും കൂടുതൽ ലോങ് വീഡിയോ ഒരു ദിവസം ഒരെണ്ണെങ്കിലും ഇടാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് പേര് ചോദിച്ചു, ഒരു ദിവസം എത്ര ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഷോർട്ട് വീഡിയോ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ആ ചെയ്യണതിലൊരു കറക്റ്റായിട്ടൊരു ടൈമിൽ ചെയ്യാം. ഒരു 3-4 ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് 4 ചെയ്യേണ്ടെങ്കിൽ 4 ഒരേ സമയത്ത് നാളെയും ഇന്നും മറ്റൊന്നും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ഈ 4 ചെയ്യുന്നത് ഒരെണ്ണിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇട്ടു, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞു, അങ്ങനെയല്ല. ഇപ്പോൾ കാലത്ത് ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ തന്നെ എല്ലാ ദിവസം തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷനാണ് നമുക്ക് എപ്പോഴും നമ്മളെ ഉയർത്തണ ഒരു സംഭവം. നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടുന്ന വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഫോണിലോട്ട് എത്തണത്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂ ഇന്ന് കിട്ടിയില്ല, നാളെ കിട്ടിയില്ല, 1 മാസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ പോലും എന്ന് വേണമെങ്കിലും നമുക്ക് വ്യൂ കിട്ടും. ചിലപ്പോൾ ഒറ്റ വീഡിയോ മതി, ഒറ്റ വീഡിയോ തന്നെ ചിലപ്പോൾ നമുക്ക് 1 ലക്ഷം വ്യൂ അല്ലെങ്കിൽ 2 ലക്ഷം, 1 കോടി. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ
സംബന്ധിച്ച് 1000 ആവാനൊക്കെ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഈ തുടക്കകാലത്ത്. അപ്പം ഞങ്ങൾക്ക് 1000 ആയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾക്ക് 1 കോടി വ്യൂ കിട്ടി. പിന്നെ 2 വീഡിയോ ഇപ്പോൾ 91 ലക്ഷമായിട്ടുണ്ട്. ഒരു വീഡിയോ ഞങ്ങൾക്ക് 93 ലക്ഷം കൂടെ ആയിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെയാണ്. നമ്മൾ തിടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതുപോലെയാണ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണ പോലെ തന്നെ. ആദ്യം നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 പേര് വരും, പിന്നെ 2ാമത്തെ ദിവസം ചിലപ്പോൾ 10 പേര് വരും, പിന്നെ 4ാമത്തെ ദിവസം ചിലപ്പോൾ 20 പേര്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം കിടക്കുന്നത്. അപ്പോൾ ആരും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാണ്ട് പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ തന്നെ താത്തിയിട. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷനായിട്ടുള്ള ആൾക്കാർക്കും ഇതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇത് തന്നെയാണ്. പിന്നെ കുറേ പേർക്ക് വ്യൂ കുറയുണ്ട്, വ്യൂ കൂടുണ്ട്. അത് ഈ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് യൂട്യൂബിൽ നിന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ നല്ല കണ്ടന്റ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വ്യൂ കിട്ടും, അവരുടെ കണ്ടന്റ് കാര്യങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടന്റ് ലോങ് വീഡിയോ ചെയ്യാനായാലും കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അധികം ലോങ് വീഡിയോ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുക. നമ്മുടെ ചാനലിനെ നമ്മൾ താത്തി കെട്ടണ പോലെ നമ്മുടെ ചാനൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് കിട്ടുന്ന ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സബ്ബാണെങ്കിൽ നമുക്കത് തിരിച്ച് കിട്ടിയിരിക്കും. അപ്പോൾ പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യണതുണ്ട്, അതൊന്നും നമുക്ക് അറിയില്ല. വ്യൂ കൂടാനും വാച്ച് അവർ കൂടാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറേ പേര് പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. അതൊന്നും നേരെയായിട്ടുള്ള വഴികളല്ല. പരമാവധി കഷ്ടപ്പെട്ട് 1 കൊല്ലോ 1.5 കൊല്ലോ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗുണം കിട്ടും എന്നാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മളിതിൽ ടെക്നിക്കൊന്നും ചെയ്യണില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ 13 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതുപോലൊരു വ്യൂ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. നമ്മൾ തമാശ രീതിയിൽ തുടങ്ങിയത്, നിങ്ങൾക്ക് ഒരു തമാശ രീതിയിൽ നമ്മൾ തുടങ്ങിയത്. പക്ഷേ അത് അങ്ങോട്ട് പോകെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റായി. അപ്പോൾ പിന്നെ നമ്മൾ അതിലോട്ട് അങ്ങനെ ഇതായി. ഇപ്പോൾ നമുക്ക് മോണിറ്റേഷൻ കഴിഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വരുമാനം കിട്ടി. അപ്പോൾ ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ വരുമാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ.